കായിക പ്രേമികൾക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. 2020 ലോകകപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. യൂറോ കപ്പിന് ഇന്ന് കിക്ക് ഓഫ് ആകുന്നു. 21-ന് കോപ്പ അമേരിക്കയും തുടങ്ങും. ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിലാണ് യൂറോ കപ്പിലെ ഉദ്ഘാടന പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 12:30-നാണത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ 2 മത്സരങ്ങളാണ് ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. രണ്ടിലും ജയം ജർമ്മനിക്ക് തന്നെയാണ്. പക്ഷേ വലിയ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് സ്കോട്ട്ലൻഡ് കീഴടങ്ങിയിട്ടുള്ളത്. യൂറോ ക്വാളിഫയറിൽ 3-2-നായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ജർമ്മനിയോട് സ്കോട്ട്ലൻഡ് പരാജയപ്പെട്ടത്. ഇനി നമുക്ക് ഈ യൂറോ കപ്പിലെ ഏവരും ശ്രദ്ധിക്കുന്ന താരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കിലിയൻ എംബാപ്പയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഫ്രാൻസിൻ്റെ കുന്തമുന, ഇനി അങ്ങോട്ട് റയൽ മാഡ്രിഡിൻ്റെയും. നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് എംബാപ്പെ. 79 മത്സരങ്ങളാണ് അദ്ദേഹം രാജ്യത്തിനായി കളിച്ചത്. 47 ഗോളുകൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഒരുപോലെ ഗോളടിച്ച് കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ് എംബാപ്പയെ ശ്രദ്ധേയനാക്കുന്നത്. കഴിഞ്ഞ യൂറോ ഫൈനലിൽ പെനൽറ്റി നഷ്ടപ്പെടുത്തിയതിൻ്റെ നീറുന്ന ഓർമ്മകളുമായാണ് ബുക്കായ സാക്ക വരുന്നത്. 22-കാരനിൽ ഇത്തവണ ഗാരത്ത് സൗത്ത്ഗേറ്റ് വലിയ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. 33 മത്സരങ്ങളാണ് അദ്ദേഹം രാജ്യത്തിനായി കളിച്ചിട്ടുള്ളത്. 11 ഗോളുകൾ നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ യൂറോ കപ്പിൽ അദ്ദേഹം യൂറോ കപ്പ് ഫൈനലിൽ നിർണായകമായ പെനൽറ്റി നഷ്ടപ്പെടുത്തിയതിന് ഏറെ പഴികെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അതിനെല്ലാം പരിഹാരം കാണുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് യുവതാരം ഇറങ്ങുന്നത്. ത്രീ ലയൺസിൻ്റെ മുന്നേറ്റത്തിൽ വലിയ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോന്ന താരം തന്നെയാണ് ബുക്കായോ സക്ക. ഏതൊരു യുവതാരത്തോടും കിടപിടിക്കുന്ന 39-കാരനെ കുറിച്ചാണ് ഇനി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ, നമ്മുടെ സ്വന്തം CR7. പ്രായത്തെ പുച്ഛിച്ച് എന്ന് പറഞ്ഞ് പഴകിയ ക്ലീഷേ തന്നെയാണ്. പക്ഷേ ഈ 39-ാം വയസ്സിലും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ഫിസിക്ക്. 207 മത്സരങ്ങളാണ് അദ്ദേഹം രാജ്യത്തിനായി കളിച്ചിട്ടുള്ളത്. 130 ഗോളുകളും നേടിയിട്ടുണ്ട്. പറങ്കിപ്പടയുടെ ഈ കപ്പിത്താൻ ഇത്തവണയും ഏവരും കരുതിയിരിക്കേണ്ട, ഏവർക്കും ഭീഷണിയാകുന്ന ഒരു താരം തന്നെയാണ് ഈ 39-ാം വയസ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോ. വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജർമ്മനിയുടെ ടോണി ക്രൂസ്. തൻ്റെ അവസാന യൂറോ കപ്പ് അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജർമ്മനിയുടെ മിഡ്ഫീൽഡ് ജനറൽ. ജർമ്മനിക്കായി ലോകകപ്പ് അടക്കം നേടിക്കൊടുത്ത താരമാണ്. അവരുടെ മധ്യനിരയിലെ മാന്ത്രികൻ തന്നെയാണ് ടോണി ക്രൂസ്. രാജ്യത്തിനായി 109 മത്സരമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. വിരമിക്കൽ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്ലബ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ ദേശീയ ടീമിൽ നിന്ന് ഒരു കിരീടത്തോടെ, അതും സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഒരു കിരീടത്തോടെ മടങ്ങാൻ തന്നെയായിരിക്കും ടോണി ക്രൂസ് തൻ്റെ അവസാന യൂറോ കപ്പിന് ഇറങ്ങുക. കൃത്യതയാർന്ന പാസുകൾ കൊണ്ടും ബോക്സിന് പുറത്തു നിന്നുള്ള ലോങ് റേഞ്ചർ ഷോട്ടുകൾ കൊണ്ടും ആരാധകരെ വിസ്മയിപ്പിക്കുന്ന താരമാണ് ബെൽജിയത്തിൻ്റെ കെവിൻ ഡി ബ്രൂയിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം കൂടിയായ കെവിൻ ഡി ബ്രൂയിൻ. രാജ്യത്തിനായി 101 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. സമയമായി, ഇനി പോരാട്ടത്തിൻ്റെ നാളുകളാണ്. യൂറോ ആവേശത്തിലേക്കാണ്.